ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വിഭവമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കിഴി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം കൊണ്ട് നമുക്കൊരു ദിവസത്തേക്ക് ആവശ്യമുള്ള കാലറി എനർജി കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കവറിങ് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 കപ്പ് മൈദയാണ് ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം. രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ കടായി സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. പിന്നെ ഒരു 1/3 കപ്പ് വെള്ളം കൂടി ചേർക്കുക. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. 2 കപ്പ് മൈദാമാവിന് വേണ്ട വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഏതെങ്കിലും ഓയിൽ ചേർക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷം മീഡിയം ഹീറ്റിലാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തത്. ഇത് ലോ ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം പൊടി ചേർക്കുക. മൈദമാവ് ചേർക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാതി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ചൂടിൽ തന്നെ ഈ പൊടിയെല്ലാം നല്ലതുപോലെ നനഞ്ഞ പാകത്തിലാക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ പുട്ടിൻ്റെ പാകത്തിലാകും. അപ്പോൾ എന്നിട്ടിത് ഈ നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. ഒരുവിധം ചൂടുള്ളപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്താൽ നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കൈ പൊള്ളുന്നതായി തോന്നുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് വീണ്ടും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് അരികിൽ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് അതിൽ നമുക്ക് കൈ മുക്കിയിട്ട് വീണ്ടും ഇതുപോലെ കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്. കൈ ഒന്ന് നനച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. കൈ പൊള്ളുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മാവ് നമുക്ക് റെഡിയായി കിട്ടും. ചപ്പാത്തി മാവിൻ്റെ അയവിലാണ്. കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മാവാണ്. ഒട്ടും ലൂസ് ആവരുത്. നമ്മൾ ബോയിൽ ചെയ്യുമ്പോഴേക്കും അത് ചമ്മിപ്പോവും. അതുകൊണ്ട് ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ മാവ് കുഴയ്ക്കാൻ നോക്കുക. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിക്ക് നല്ലതുപോലെ ചൂടായ മണം വരുന്നത് വരെ വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സവാള ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിയായി ചോപ്പ് ചെയ്ത പച്ചമുളക് ചേർക്കുക. എരിവിനുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ചെറിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിക്കൊടുത്ത് ഈ സവാളയൊക്കെ ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യുക. സവാളയ്ക്ക് ഏകദേശം മൊരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഏകദേശം ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം.
കുറച്ച് കോറിയാൻഡർ ലീവ്സ് പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്ത് 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ക്യാരറ്റ് അതുപോലെ ക്യാബേജ് ഒക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഫില്ലിങ്ങിൽ വേറൊരു ഐറ്റം കൂടിയുണ്ട്. ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് മാറ്റി വയ്ക്കാം. മുട്ട ഇത് 2 എണ്ണമേ ഞാനിപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വീണ്ടും പൊട്ടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ 2 എണ്ണമേ ആദ്യം എടുത്തുള്ളൂ. അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കിഴി റെഡിയാക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മാവ് നല്ലതുപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പലകയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കൈകൊണ്ട്. റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഉരുളകളാക്കാം. ചപ്പാത്തി മാവിൻ്റെ ഉരുളകളുടെ സൈസിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ആ പൊടിയെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 8 എണ്ണമായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 8 കിഴി ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ചെറിയ ചപ്പാത്തിയുടെ വലിപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. അതിൻ്റെ അരികെ ഭാഗം കുറച്ച് നേർമയായിട്ട് പരത്തണം. പൂരിയിലും കുറച്ചുകൂടി വലുപ്പത്തിലായിരിക്കണം അതിൻ്റെ വട്ടം. അതുപോലെ വലിയ ചപ്പാത്തിയുടെ അത്രയും പാടില്ല. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചപ്പാത്തിയുടെ അത്ര ഉള്ളത് പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു മോൾഡ് വേണം. ഇതുപോലെ ഒരു കുഴിവെള്ള മോൾഡ് എടുക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ മോൾഡ് ആയാലും മതി. അത് എണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ പരത്തി വെച്ചിരിക്കുന്ന കവറിങ് ഈ മോൾഡിലേക്ക് ഉള്ളിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ. അതിനുശേഷം മുട്ടയുടെ ബാറ്റർ കുറച്ച് ചേർക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ്ങും ചേർക്കുക. ഇത് പകുതിയിൽ കൂടുതൽ ഫില്ലിങ് ചേർക്കാൻ പാടില്ല. നമ്മളിത് കിഴിയാക്കുമ്പോഴേക്കും ബുദ്ധിമുട്ടായിരിക്കും. ഈ കിഴിയുടെ അരികെല്ലാം നമ്മളുടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കഴുത്ത് ഭാഗം അമർത്തി പിടിച്ചിട്ട് ഒന്ന് തിരിച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും കിഴിയുടെ ആകൃതിയിൽ വരും. ഒരു ചിക്കൻ കിഴി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കിഴിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആ 8 ബോൾസും കിഴിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിന് 2 മുട്ടയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. സ്റ്റീമറിൽ നന്നായിട്ട് ആവി വരുന്ന സമയത്താണ് ഇത് വെക്കേണ്ടത്. നല്ലതുപോലെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ കിഴിയും എടുത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കിഴി വെച്ച് കൊടുക്കാൻ. മുട്ടിച്ച് വയ്ക്കരുത്. കാരണം ഇത് വേകുന്ന സമയത്ത് കുറച്ച് ഇത് വലുതായി വരും. തമ്മിൽ കൂടുതൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല അതിൻ്റെ ഷേപ്പൊക്കെ മാറും. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് നിരത്തി വയ്ക്കാൻ. എന്നിട്ട് 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കിഴിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. ഇത് തണുക്കുമ്പോഴേക്കും വീണ്ടും ചെറുതാവും. തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം എടുക്കണം. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. നല്ലതുപോലെ നമ്മൾ വെച്ച ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് പൊടിയുടെ ബാറ്റർ ലൂസായി പോയാൽ ഇതെല്ലാം ചമ്മി പരന്നൊക്കെ ഇരിക്കും. ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ച കിഴി പോലെ തന്നെ ഉണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കിഴി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.